എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ പച്ചരി വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു പായസമാണ്. പച്ചരിയും തേങ്ങാപ്പാലും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഈ ഒരു പായസം തേങ്ങാപ്പാൽ എടുക്കുന്ന ഒരു സമയം മാത്രമേ കൂടുതലായിട്ടാവുന്നുള്ളൂ. അല്ലാതെ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ സൂപ്പർ ടേസ്റ്റാണ് കുടിക്കാനായിട്ട്. അപ്പം നമുക്ക് അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു പായസം ശർക്കരയിലാണ് കേട്ടോ ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 1/2 കിലോ, അതായത് ഒരു 500 ഗ്രാം അളവിൽ ശർക്കരയാണ്. ഇനി വേണ്ടത് ഇതുപോലെ 1 കപ്പ് അളവിൽ പച്ചരിയാണ് കേട്ടോ. 1 കപ്പ് പച്ചരി ഒരു 20 മിനിറ്റോളം ഞാൻ വെള്ളത്തിലൊന്ന് കുതിർത്തി എടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ വേണം. തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും വേണം കേട്ടോ. അപ്പോൾ ഒരു തേങ്ങാപ്പാലിൻ്റെ ഒരു കറക്റ്റ് അളവ് പറയാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള തേങ്ങയുടെ ഒരു 2.5 തേങ്ങ എടുത്തിട്ടുണ്ട്. 1-ാം പാല് ഞാനിപ്പോൾ ഇവിടെ 1.25 കപ്പ് അളവിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കപ്പളവ് 250 ml കപ്പാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് 2-ാം പാല് വേണം. 2-ാം പാൽ എടുത്തിരിക്കുന്നത് 5 കപ്പാണ് കേട്ടോ. പിന്നെ വേണ്ടത് 3-ാം പാലാണ്. 3-ാം പാൽ ഒരു 6.5 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിലാണ് നമുക്ക് തേങ്ങാപ്പാൽ വേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ശർക്കരയൊന്ന് ഉരുക്കിയിട്ടെടുക്കാം. ശർക്കരയിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ശർക്കരയൊന്ന് ഉരുക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, ശർക്കര ഇവിടെ നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഉരുക്കി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഉരുക്കി എടുത്തിരിക്കുന്ന ഒരു ശർക്കര മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ച് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പായസം വെക്കുന്നത് ആ ഒരു പാത്രത്തിൽ ഇതുപോലെ പച്ചരി നന്നായിട്ട് കഴുകി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചരിയിലേക്ക് നമുക്ക് ഒരു 3-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ലൈറ്റ് ആയിട്ടുള്ള ഒരു തേങ്ങാപ്പാൽ 3-ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് ഈ ഒരു പച്ചരി നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഈ ഒരു 3-ാം പാലിലാണ് ഈ ഒരു പച്ചരി നമുക്ക് വെന്ത് കിട്ടേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇടയ്ക്കിളക്കി കൊടുത്ത് ആ ഒരു പച്ചരി നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കുക. നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും ആ ഒരു 3-ാം പാലൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇതുപോലെ വറ്റി വരും. അപ്പോൾ ഇതാണ്ടല്ലോ പച്ചരി ഈ ഒരു പരുവത്തിന് നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ പച്ചരിയൊക്കെ വെന്ത് ആ ഒരു 3-ാം പാൽ ഒഴിച്ചു കൊടുത്തതൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് നമ്മൾ ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ശർക്കരയില്ലേ, ആ ഒരു ശർക്കര ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. ശർക്കര ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ശർക്കരയിൽ നമ്മളൊരു 7-8 മിനിറ്റോളം ഈ ഒരു പച്ചരി ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ നിങ്ങൾ എടുക്കുന്ന ശർക്കരയിൽ ഉപ്പുള്ളതാണെങ്കിൽ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ശർക്കരയിൽ ഉപ്പില്ലാത്തതായതുകൊണ്ട് ഒരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണല്ലോ ഇതുപോലെ ഈ ഒരു പരിവായിട്ട് വരുമ്പോഴത്തേക്കുമാണ് നമുക്കിതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. 2-ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുക. ആ ഒരു പായസം അത്യാവശ്യം ഒന്ന് കുറുകി കിട്ടുന്ന ഒരു രീതിക്ക് നമ്മൾ 2-ാം പാൽ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ആ ഒരു പരിവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലോ 2-ാം പാൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇതുപോലെ അത്യാവശ്യം ഈ ഒരു പരുവത്തിനൊന്ന് കുറുകി വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഇതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാവുള്ളൂ. 1-ാം പാൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ നന്നായി കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു നല്ല തിക്കായിട്ടുള്ള 1.25 കപ്പ് അളവിൽ ആ ഒരു 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് തിളപ്പിക്കരുത്. 1-ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. ഇത് കണ്ടില്ല, ഞാൻ ഒരു 1-ാം പാൽ ഒഴിച്ചു കൊടുത്തൊന്ന് ഇളക്കി എടുത്തപ്പോഴത്തേക്കും തന്നെ ഇത് അത്യാവശ്യം നന്നായിട്ട് നമുക്കൊരു കുടിക്കാനൊക്കെ ഉള്ള ഒരു ഭാഗത്തുനിന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരുപാടങ്ങ് കുക്ക് ചെയ്യേണ്ട. അഥവാ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ കൈവിടാതെ ലോ ഫ്ലെയിമിൽ വേണം ഇത് നമ്മൾ 1-ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കുറുകി വന്നാൽ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ തേങ്ങാക്കൊത്ത് ഇടുന്നില്ല. അപ്പോൾ വറുത്തെടുത്തിരിക്കുന്ന കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും ഈ ഒരു പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് ഇളക്കിയെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല റിച്ച് ടേസ്റ്റ് ഉള്ള ഈ ഒരു പച്ചരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പച്ചരി പായസം കുടിക്കാനായിട്ട്. നിങ്ങൾ ഇതുപോലെ പച്ചരി വെച്ചിട്ട് പായസം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പായസമൊക്കെ കുടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ ഒരു പച്ചരിയും ശർക്കരയും തേങ്ങാപ്പാലും ഒക്കെ വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾ പായസം ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട്
നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.